മലയാളികളുടെ ഗാനഗന്ധർവനാണ് കെ.ജെ. യേശുദാസ്. അമേരിക്കയിലെ ഡാലസിലെ വീട്ടിലേക്ക് അദ്ദേഹം ഭാര്യയെയും കൂട്ടി താമസം മാറിയതിനു ശേഷം വളരെ ചുരുക്കമായി മാത്രമേ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ആരാധകർ അറിയാറുള്ളൂ. ഇപ്പോഴിതാ അമേരിക്കയിലെ വീട്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ തരംഗമായി മാറുന്നത്. രാജീവൻ TY എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് ഈ വീഡിയോ പുറത്തു വന്നിട്ടുള്ളത്. തൻ്റെ പതിവ് ശൈലിയിലുള്ള വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് അതിഥികളോട് സംസാരിച്ചു നിൽക്കുന്ന ദാസേട്ടനെയാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, 85-ാമത്തെ വയസ്സിലും 86-ാമത്തെ വയസ്സിലും അദ്ദേഹം അതീവ ആരോഗ്യവാനായി തന്നെ ഇരിക്കുന്നു എന്നതാണ് ആരാധകരെ സന്തോഷിപ്പിക്കുന്നത്. നരച്ചു വെളുത്ത താടിയും നീട്ടി വളർത്തിയ മുടിയുമാണ് ഈ വീഡിയോയിലെയും പ്രത്യേകത. പണ്ട് മുടി വെട്ടിയൊതുക്കുന്ന പതിവുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ മുടി നീട്ടി വളർത്താനാണ് അദ്ദേഹം താൽപ്പര്യപ്പെടുന്നത്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഭാര്യ പ്രഭയെ അലട്ടുന്നുണ്ടെങ്കിലും അതെല്ലാം അതിജീവിച്ച് സന്തോഷവതിയായാണ് പ്രഭയും അദ്ദേഹത്തിനൊപ്പം ഡാലസിലെ മകൻ്റെ വീട്ടിൽ കഴിയുന്നത്. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത സബരിക്കിടയിൽ കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല, പ്രത്യേകിച്ചും വിദേശത്തായിരുന്ന മക്കൾക്കൊപ്പം. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അമേരിക്കയിലെ ഡാലസിൽ സ്ഥിരതാമസമാക്കിയ അദ്ദേഹം പൂർണ്ണമായും കുടുംബത്തിനായി സമയം മാറ്റിവെച്ചിരിക്കുകയാണ്. എങ്കിലും സംഗീതത്തെ അദ്ദേഹം കൈവിട്ടിട്ടുമില്ല. ദിവസവും പുലർച്ചെയുള്ള സംഗീത പരിശീലനം മുടങ്ങാതെ തുടരുന്നതിനൊപ്പം അമേരിക്കയിലെ ചില വേദികളിൽ അദ്ദേഹം കച്ചേരികൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ചെറിയ കുട്ടികൾക്ക് അദ്ദേഹം ഓൺലൈൻ ക്ലാസും എടുക്കുന്നുണ്ട്. പച്ചക്കറി വാങ്ങാനും മറ്റും സ്വന്തമായി കാറോടിച്ചു പോകുന്ന ദാസേട്ടൻ്റെ വിശേഷങ്ങൾ മുൻപും വാർത്തയായി മാറിയിരുന്നു. അതേസമയം ദാസേട്ടൻ ജനിച്ചു വളർന്ന ഫോർട്ട് കൊച്ചിയിലെ വീട് ഏറ്റെടുത്ത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സംഗീത മ്യൂസിയം ഒരുക്കാൻ കൊച്ചി കോർപ്പറേഷൻ തീരുമാനിച്ച വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. 6 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. മനോരമ ഓൺലൈനിൽ മധു വാസുദേവൻ എഴുതിയ യേശുദാസിൻ്റെ ശബ്ദരഹസ്യം വെളിപ്പെടുന്നു എന്ന ലേഖനമാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രേരണയായത്. യേശുദാസിൻ്റെ ശബ്ദത്തിലെ ശാസ്ത്രീയ പ്രത്യേകതകളും അത് വരും തലമുറയ്ക്കായി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മോഹൻലാൽ, MG ശ്രീകുമാർ തുടങ്ങിയ പ്രമുഖർ അമേരിക്കയിലെത്തുമ്പോൾ ദാസേട്ടനെ സന്ദർശിക്കുന്നത് പതിവാണ്. കോവിഡ് കാലത്തിന് ശേഷം അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല. ദാസേട്ടൻ എന്ന് കേരളത്തിലേക്ക് മടങ്ങിയെത്തും എന്ന ആരാധകരുടെ സ്നേഹനിർഭരമായ ചോദ്യങ്ങളാൽ നിറയുകയാണ് സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സുകൾ എല്ലായ്പ്പോഴും. അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയെത്തണമെന്നാണ് കേരളത്തിലെ സംഗീത പ്രേമികളുടെ എല്ലാം ആഗ്രഹം. എന്നാൽ ഡാലസിലായിരിക്കും അദ്ദേഹം ഇനി വിശ്രമ ജീവിതം നയിക്കുക എന്നാണ് വിവരങ്ങൾ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക.